1986 MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത സംഗീത പ്രാധാന്യമുള്ള സിനിമയായിരുന്നു നഗക്ഷതങ്ങൾ. 80കളിൽ ഏറ്റവും മികച്ച വിജയം നേടിയ സിനിമകളിൽ വിനീതും സലീമയും മോനിഷയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അതിമനോഹരങ്ങളായ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. സിനിമ കണ്ട പ്രേക്ഷകർ അന്നേ നെഞ്ചിലേറ്റിയ അഭിനേതാക്കളാണ് വിനീതും സലീമയും മോനിഷയും. ഇടക്കാലത്ത് വെച്ച് മോനിഷ നമ്മളെ വിട്ടുപോയി. ചെന്നൈയിൽ നിന്ന് മലയാളത്തിലെത്തി തുടർച്ചയായി സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ സലീമ മറ്റു ഭാഷകളിലേക്ക് കൂടി അഭിനയിക്കാൻ തുടങ്ങിയതോടെ മലയാളത്തിലേക്കുള്ള വരവ് കുറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് ശേഷം രേഖാചിത്രം എന്ന സിനിമയിലൂടെ മലയാളത്തിൽ തിരിച്ചെത്തിയ സലീമയുടെ പുതിയ മുഖമാണ് പ്രേക്ഷകർ കണ്ടത്. നഗക്ഷതങ്ങളിലെയും ആരണ്യകത്തിലും നമ്മൾ കണ്ട സലീമ തന്നെയാണോ എന്ന സംശയം. പക്ഷേ എല്ലാ സംശയങ്ങളെയും ശരിവെച്ചുകൊണ്ട് വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. ജീവിതത്തിന്റെ നൂൽപ്പാലത്തിലൂടെയാണ് സലീമ എന്ന കലാകാരി ഇപ്പോൾ കടന്നു പോകുന്നത്. കവളിൽ തെളിഞ്ഞ മുറിവ് പരിശോധനയിൽ ഓറൽ ക്യാൻസർ ആണെന്ന് തെളിയുകയും അതിനുവേണ്ടി ചികിത്സ നേടുകയും ചെയ്തു. മാതാപിതാക്കളോ സഹോദരങ്ങളോ ഇല്ലാത്ത അവർ രോഗത്തിന്റെ കാഠിന്യത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും വലിയ പ്രയാസം നേരിടുന്നു എന്നതാണ് സലീമയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ചലച്ചിത്ര പ്രവർത്തകർ പറയുന്നത്. ചികിത്സ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ സാമ്പത്തിക സഹായം ആവശ്യമാണ്. കേരളത്തിലെ താരസംഘടനയായ അമ്മയിൽ മെമ്പർ അല്ലാത്തതിനാൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് സഹായം എത്തിക്കാൻ കഴിയില്ല. അസുഖം മാറി വീണ്ടും ജോലി ചെയ്യാനുള്ള ആരോഗ്യമാണ് അവർക്ക് ഉണ്ടാവേണ്ടത് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. അതിനുവേണ്ടി ഓരോരുത്തർക്കും കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സലീമയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നു.